കേട്ടറ്റ് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ, അധ്യാപക സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് 30 മാർക്കിന്റെ മനഃശാസ്ത്രത്തിൽ 2 മാർക്ക് ഉറപ്പിക്കണം എങ്കിൽ നമുക്ക് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം 5 മിനിറ്റിനുള്ളിൽ വളരെ ലളിതമായിട്ട് പഠിക്കാം. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങളിലൂടെ ഏത് കേട്ടറ്റ് പരീക്ഷകളിലും ഏത് PSC പരീക്ഷകളിലും ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമുണ്ടോ എങ്കിൽ ചോദ്യമുണ്ട്. നോക്കൂ, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ ഒന്നാമത്തെ സർക്കിൾ. ഗസ്റ്റാൾട്ട് എന്ന പദം ജർമ്മൻ ഭാഷയിൽ നിന്ന് എടുത്തതാണ്. ഇതിന്റെ അർത്ഥം സമഗ്രമായിട്ടുള്ളത്, പൂർണ്ണ രൂപത്തിലുള്ളത്. നാം ഒരു കാഴ്ച കാണുമ്പോൾ പൂർണ്ണമായി നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുന്നത്, അതിനെയാണ് ഗസ്റ്റാൾട്ട് എന്ന് വിളിക്കുന്നത്. ഈ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം മനുഷ്യന്റെ പെരുമാറ്റവും പരിസ്ഥിതിയും, മനുഷ്യന്റെ മനസ്സിന്റെ പഠനം, നാം കാണുന്ന കാഴ്ച എങ്ങനെയാണ് മനസ്സിലേക്ക് നാം എടുക്കുന്നത് എന്ന് പൂർണ്ണമായി വിശദീകരിച്ച ഒരു മനഃശാസ്ത്ര വിഭാഗമാണ്. ആരാണ് ഈ മനഃശാസ്ത്രത്തിന്റെ വക്താക്കൾ? ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് മാക്സ് വെർത്തീമർ ആണ്. രണ്ടാമത്തത് കോഹ്ലർ ആണ്. മൂന്നാമത്തത് കോഫ്കയാണ്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന് സംഭാവനകൾ നൽകിയ ഈ 3 പേരെയും നമുക്ക് മനസ്സിലൊന്ന് ഉറപ്പിച്ചാലും ഒരു കോഡിങ്ങിലൂടെ നമുക്കൊന്ന് മനസ്സിലേക്ക് ഉറപ്പിക്കാം. നോക്കൂ, ഗസ്റ്റിന് വറുത്തതിനോടൊപ്പം കോളയും കോഫിയും. ഗസ്റ്റിന് വറുത്തതിനോടൊപ്പം കോളയും കോഫിയും. ഗസ്റ്റ് എന്ന് പറയുന്നത് ഗസ്റ്റാൾട്ട്, വറുത്തത് എന്ന് ഞാൻ ഇവിടെ തന്ന കോഡ് വെർത്തീമർ, കോള എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് കോഹ്ലർ, കോഫി എന്ന് പറയുന്നത് കോഫ്ക. മനസ്സിൽ ഉറച്ചില്ലേ? അപ്പൊ ഗസ്റ്റിന് കൊടുക്കുവാനും വറുത്തതിനോടൊപ്പം കോളയും കോഫി. ക്ലിയർ? സെറ്റല്ലേ? നോക്കൂ, ഇനി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ ഈ 3 വ്യക്തികൾ പ്രധാനമായും എന്താ ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? നമുക്ക് ആദ്യം മാക്സ് വെർത്തീമറെ കുറിച്ച് വളരെ ലളിതമായി 2 മിനിറ്റിൽ പറയാം. മാക്സ് വെർത്തീമർ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് റീപ്രൊഡക്റ്റീവ് തിങ്കിങ്. അതിന് മലയാളം കേട്ട് കെട്ടേണ്ട, പുനർസൃഷ്ടിപരമായ ചിന്ത. റീപ്രൊഡക്റ്റീവ് തിങ്കിങ് ഈസ് എ വെൽ നോൺ ബുക്ക് ഓഫ് മാക്സ് വെർത്തീമർ. ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന് അടിസ്ഥാനമിട്ടത്. എന്താണ് അദ്ദേഹം ഇതിലേക്ക് വന്നിരിക്കുന്ന, ഈ മനഃശാസ്ത്രത്തിലേക്ക് വന്നിരിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ? സിമ്പിളാണ്. നമ്മളൊരു സിനിമ കാണുമ്പോൾ സിനിമയുടെ ഓരോ ഫ്രെയിമും ചലിക്കുന്നതായി നമുക്ക് തോന്നാറില്ലേ? സത്യത്തിൽ ഇത് ചലിക്കുന്നുണ്ടോ? നാം ബസ്സിൽ പോകുമ്പോൾ ഡ്രൈവറുടെ മുന്നിൽ 3 മതവിശ്വാസികളുടെ ചിത്രവും കൊടുത്ത് അതിന് ചുറ്റും ലൈറ്റുകൾ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടില്ലേ? സത്യത്തിൽ ആ ലൈറ്റുകൾ ഇങ്ങനെ ചലിക്കുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ നിശ്ചലമായ ഒന്ന് ചലിക്കുന്നു എന്ന് നാം മനസ്സിന് അനുഭവപ്പെടുകയാണ്. അതിന് അദ്ദേഹം വിളിച്ച പേരാണ് ഫൈവ് പ്രതിഭാസം, ഫൈവ് ഫിനമിനൻ. ഈ മനഃശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ഈ ഫൈവ് ഫിനമിനൻ ആണ്. രണ്ടാമത്തെ പോയിന്റ് സമഗ്രത, ഹോൾനെസ്. സമഗ്രമായിട്ടാണ് നാം അനുഭവങ്ങളെ നമ്മുടെ മനസ്സെടുക്കുന്നത്. ഒരു ആനയെ കാണുമ്പോൾ ആനയുടെ ചെവിയിൽ, ആനയുടെ വാൽ, ആനയുടെ കണ്ണ്, ആനയുടെ തുമ്പിക്കൈ, അങ്ങനെ ഓരോന്നും കാണുന്നതാണോ? ആനയെ മുഴുവനായി കാണുമ്പോഴാണോ നമുക്ക് കൃത്യമായ ചന്തം ഉണ്ടാകുന്നത്, ആ ചന്തം അനുഭവ വേദ്യമാകുന്നത്? അപ്പോൾ സമഗ്രമായിട്ടുള്ള കാര്യങ്ങളാണ് അംശങ്ങളെക്കാൾ പ്രധാനം. ഹോൾനെസ് ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്സ്. അംശങ്ങളെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സമഗ്രതയാണ്.
മാർക്സ് വർത്തിമർ റീപ്രൊഡക്റ്റീവ് തിങ്കിങ്, പുനഃസൃഷ്ടിപരമായ ചിന്ത എന്നാണ് ഈ പുസ്തകത്തിന്റെ മലയാളാർത്ഥം. പ്രധാന വക്താവാണ് ഇത്. ഈ മനഃശാസ്ത്രത്തിന് തുടക്കമിട്ട വക്താവാണ്. അദ്ദേഹത്തിന്റെ ഒരു ടേമാണ് ഫൈവ് പ്രതിഭാസൻ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയമാണ് സമഗ്രത. ഇനി നമുക്ക് രണ്ടാമത്തെ ആളെ നോക്കാം. ആരാണ്? കോഹ്ലർ. ഈ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന് പരീക്ഷണത്തിലൂടെ വികസിപ്പിച്ച ഒരു മനഃശാസ്ത്രജ്ഞനാണ് കോഹ്ലർ. അദ്ദേഹത്തിന്റെ പരീക്ഷണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചിമ്പാൻസി, സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ അദ്ദേഹം നടത്തിയ പരീക്ഷണം നിങ്ങൾക്കറിയാം. അത് നമുക്ക് പറയേണ്ടതില്ല. ആ പരീക്ഷണത്തിലൂടെ അദ്ദേഹം കൊണ്ടുവന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഉൾക്കാഴ്ച, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്. രണ്ട് മലയാളമുണ്ട്. ഉൾക്കാഴ്ച അല്ലെങ്കിൽ അന്തർദൃഷ്ടി പഠനം. ഉൾക്കാഴ്ച, അന്തർദൃഷ്ടി പഠനം, ഈ രണ്ട് ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് കോഹ്ലറാണ്. ചിമ്പാൻസിയിൽ നടത്തിയ വാഴപ്പഴം കൊടുത്ത് കൂട്ടിനകത്ത് വടിവെച്ച് ആ പരീക്ഷ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിലൂടെ ആ ചിമ്പാൻസി നടത്തുന്ന പ്രശ്ന പരിഹാരം, പ്രോബ്ലം സോൾവിംഗ്, ആ അനുഭവം മൊത്തമായി നിരീക്ഷിച്ചതിന് ശേഷം ആദ്യം ട്രയൽ എറർ നടത്തിയെങ്കിലും മൊത്ത സന്ദർഭങ്ങൾ നോക്കിയതിനു ശേഷമാണ് പ്രശ്ന പരിഹാരത്തിലേക്ക് വന്നിട്ടുള്ളത്. അവർ പ്രോബ്ലം സോൾവിംഗ്, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, സുൽത്താൻ എന്ന ചിമ്പാൻസി പരീക്ഷണം ആരുമായി ബന്ധപ്പെട്ടതാണ്? കോഹ്ലറുമായി ബന്ധപ്പെട്ടതാണ്. ഇനി മൂന്നാമത്തത് കോഫ്കയാണ്. കോഫ്കയുടെ പ്രധാനപ്പെട്ട സംഭവം, പ്രധാനപ്പെട്ട ആശയം പെർസെപ്ഷൻ, പ്രത്യക്ഷണം, ഗ്രഹണം എന്നൊക്കെ മലയാളത്തിൽ പറയും. നാം കാഴ്ചകളെ മനസ്സ് നിർവചിക്കുന്ന രീതികൾ, മനസ്സെടുക്കുന്ന രീതികളെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ആ പെർസെപ്ഷന് നിയമങ്ങളുണ്ട്. നിയമങ്ങൾ നമുക്ക് വിശദമായി പഠിക്കേണ്ടതാണ്. അത് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കുന്ന ഏരിയയാണ്. പെർസെപ്ഷൻ എന്ന് പറയുന്നത് നാം അടുത്തിരിക്കുന്ന കുട്ടികളെ, ക്ലാസ് റൂമിൽ ഒരേ ബെഞ്ചിലിരിക്കുന്ന കുട്ടികളെ നാം ഒരു ഗ്രൂപ്പായി കാണാറില്ലേ? ഒരേ യൂണിഫോം ഇട്ട കുട്ടികളെ, ഒരേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നമുക്ക് അനുഭവിക്കാറില്ലേ? ഇങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന, നാം കാഴ്ചകളെ മനസ്സെടുക്കുന്ന ആ അനുഭവത്തെ, ആ നിർവചനത്തെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ഒരു ചോദ്യം നിർബന്ധമായും ഉണ്ടായിരിക്കും. നിങ്ങൾ വളരെ കൃത്യമായി ഈ ഭാഗം പഠിക്കുവാൻ ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ ഈ ഇത്തരത്തിലുള്ള സർക്കിൾ ഉണ്ടാക്കി നിങ്ങൾ മനോഭൂപടം ഉണ്ടാക്കിയാൽ ആ ആശയങ്ങളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിൽ കയറ്റാൻ സാധിക്കും. ഓക്കെ, ഉദ്യോഗാർത്ഥികളെ, ഇതിന്റെ വിദ്യാഭ്യാസപരമായ സൂചനകൾ, ക്ലാസ് റൂം സാധ്യതകൾ എന്തൊക്കെയാണ്? ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചുരുക്കി മനസ്സിലാക്കാം. നമ്മൾ ഏതൊരു പാഠഭാഗവും പഠിപ്പിക്കുമ്പോൾ സമഗ്രമായ അനുഭവങ്ങളാണ് നൽകേണ്ടത്. സമഗ്രത എന്ന ആശയമാണ് ഏറ്റവും പ്രധാനം. കവിത പഠിപ്പിക്കുമ്പോൾ ആ കവിത മുഴുവനായും വായിക്കുവാനുള്ള അവസരം നൽകിയാലേ ആ കവിതയുടെ ആശയം കിട്ടുകയുള്ളൂ. അക്ഷരങ്ങളിൽ നിന്ന് പദങ്ങളിലേക്കല്ല, പദങ്ങളിൽ നിന്ന് വാക്യത്തിലേക്കല്ല. ആദ്യം വാക്യമാണ് കുട്ടി പഠിക്കുന്നത്. വാക്യത്തിലാണ് കുട്ടി ഭാഷ പറഞ്ഞു തുടങ്ങുന്നത്. ആ വാക്യത്തിൽ നിന്ന് പദങ്ങളിലേക്കും പദങ്ങളിൽ നിന്ന് അക്ഷരങ്ങളിലേക്കുമാണ് പോകേണ്ടത്. സമഗ്രതയിൽ നിന്ന് അംശങ്ങളിലേക്ക്. ക്ലിയർ ആയോ? അതാണ് സമഗ്രത. രണ്ടാമത്തേത് പ്രത്യക്ഷണമാണ്. എന്താണ് പ്രത്യക്ഷണം എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ബോർഡിൽ എഴുതുമ്പോൾ ചില അക്ഷരങ്ങൾ മാത്രം നമ്മൾ ഒരേ നിറം കൊണ്ട് എഴുതുന്നു എന്ന് കരുതുക. കുട്ടികൾ ആ ഒരേ നിറത്തിൽ എഴുതിയ അക്ഷരങ്ങൾ ഒരു കൂട്ടമായോ, അത് തുല്യമായോ, ഒരു ഭാഗമായോ, ഒരു ഗ്രൂപ്പായോ കുട്ടികൾ മനസ്സിൽ കാണും. അങ്ങനെ നാം എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ആശയമാണോ കുട്ടികളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് ഈ പ്രത്യക്ഷണം എന്ന ആശയത്തിലൂടെ നമുക്ക് സാധ്യമാണ്. മൂന്നാമത്തത് ഉൾക്കാഴ്ചയാണ്. ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ കിട്ടിപ്പോയി നമ്മൾ കുട്ടികൾ പറയാറില്ലേ, നമ്മൾ പറയാറില്ലേ, ആ എക്സ്പീരിയൻസിനെയാണ് ഇൻസൈറ്റ്ഫുൾ എന്ന് പറയുന്നത്. അവൻ മൊത്തം പ്രശ്നം നോക്കിയിട്ട്, ആ മൊത്തം സന്ദർഭങ്ങൾ നോക്കിയിട്ട്
പ്രശ്നപരിഹാരം കണ്ടെത്തുക. അങ്ങനെ ഉൾക്കാഴ്ചയും പ്രശ്നപരിഹാരവും പ്രത്യക്ഷണവും സമഗ്രതയും നമ്മുടെ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ ആശയങ്ങളാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലെ എല്ലാ പഠന പ്രവർത്തനങ്ങളിലും ഈ ആശയങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നന്നായി വായിക്കുക, നന്നായി മനസ്സിലാക്കുക, നന്നായി ഗ്രഹിക്കുക. എങ്കിൽ ഉറപ്പാണ് നമ്മുടെ കേട്ടറ്റ് പരീക്ഷകളിലും LP UP പരീക്ഷകളിലും CTET പരീക്ഷകളിലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ.